നമ്മളിപ്പോൾ ഉള്ളത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഊട്ടി പോയി വരുന്ന വഴിയാണ്. അപ്പോൾ ഊട്ടീൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ മ്യൂസിയം ഒന്ന് കാണാം. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോഴാണ് അവിടെ എന്തോ ഒരു സംഭവം ഉള്ളത് ഞാൻ കണ്ട്. അപ്പോൾ മേലുള്ളത് വായിച്ചു നോക്കിയപ്പോൾ അത് മ്യൂസിയമാണ് മനസ്സിലായി. നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം, ജസ്റ്റ് പേര് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ പഴയ കാലത്തെ ടിക്കറ്റിൻ്റെ സംഭവങ്ങൾ, പിന്നെ ട്രെയിനിൽ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നത്, പഴയ ബോഗി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കണ്ടു തീർത്ത്. എന്താ വെച്ചാൽ നമ്മൾ ട്രെയിൻ വരാൻ 10 മിനിറ്റ് ഉള്ളായിരുന്നു. പോകുമ്പോഴല്ല കേട്ടോ, അത് വരുമ്പോഴുള്ള കാര്യമാണ്. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് നേരെ കണ്ടത്. പോകുമ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. പൽച്ചക്രമാണ് ഇപ്പോൾ കാണുന്നത് ട്രെയിനിൻ്റെ. പിന്നെ ആ ബാക്കിലൊക്കെ കാണാൻ ഫോട്ടോസ് എന്താ വെച്ചാൽ നമ്മൾ ആ ടോയ് ട്രെയിനിൽ പോകുമ്പം അവിടെയുള്ള ആ ഒരു കൊക്ക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പം കുറേ സംഭവങ്ങളുണ്ടായിരുന്നു മതിൽമേൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇത് നമ്മളെ സാധാ ട്രെയിനിൻ്റെ ആ ഒരു പാളാണ് കേട്ടോ. പിന്നെ ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ടോയ് ട്രെയിനിൻ്റെ പാളും ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ബോഗില്ലേ, അതിൻ്റെ ആ ബോഡി ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഈ ഒരു പല്ല് പോലുള്ള സംഭവത്തിന് കൂടെയാണ് ഇത് പോണത്. വെറൈറ്റിയാണ്. നമ്മൾ സാധാ ട്രെയിനിനെക്കാട്ടി വെറൈറ്റി ആയിട്ടുള്ള സംഭവം. നടുക്കൂടെ ഉണ്ടാവും ഒരു പല്ല് പോലത്തെ സാധനം. ഇതൊക്കെയാണ് വേറെ എന്തോ ഒരു സംഭവം കേട്ടോ. അപ്പം ഇത് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമായതുകൊണ്ട് കുറേയൊക്കെ വായിച്ച് നോക്കിയേക്കണേ. എന്തായാലും നമ്മൾ മറ്റേ ട്രെയിൻ വരാനൊക്കെ ആയി തുടങ്ങിയിരിക്കണേ. പിന്നെ അതാ അവിടെ കുറേ ലാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഗ്യാസിനൊക്കെ കത്തിക്കുന്ന ലാമ്പുകൾ. പിന്നെ അതാ ഇതാണൊരു ട്രെയിനല്ല, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു രൂപമാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് വായിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ട്രെയിനിൻ്റെ നമ്മുടെ ലോഗോ ഉണ്ടാവില്ലേ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ സംഭവങ്ങളുണ്ട്. ഇതെന്തോ ലോക്കർ പോലുള്ള എന്തോ ഒരു സംഭവമാണ്. ലോക്കറാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നണത്. ഇത് നമ്മളെ പഴയ കാലത്തെ ക്ലോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ ലോഗോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് വെറൈറ്റി ഒരു ലാമ്പാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഗ്യാസിൻ്റെ ലാമ്പ് അപ്പുറത്തുണ്ട്. പിന്നെ അതാ ഒരു ടാപ്പ് ഉണ്ട്, നമ്മളെ പൈപ്പ് അടക്കി യന്ത്രം. പിന്നെ നമ്മളെ ഈ സാധനത്തിൻ്റെ പേര് കിട്ടുന്നില്ല, തീ വന്ന് അണയ്ക്കുന്ന സാധനം, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു മോട്ടറാണ്. ഇത് ട്രെയിനിൻ്റെ ലൈറ്റ്, അതും ട്രെയിനിൻ്റെ വേറെ ലൈറ്റാണ്. പിന്നെ നമ്മൾ പ്രിൻ്റർ മെഷീൻ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നിട്ടാ. ഇതാണ് പ്രിൻ്റർ മെഷീൻ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാസിൻ്റെ ലാമ്പ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് അരച്ചിട്ട് കത്തിക്കുന്ന ലാമ്പാണ്. ഇത് പിക്ചേഴ്സ്. ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ പോയിരുന്നിട്ടാ. ഇതാണ് അതിൻ്റെ പിക്ചേഴ്സ്. പിന്നെ ഇവിടെ ഈ നമ്മളെ സിഗ്നൽ കൊടുക്കുന്ന ഒരു ലൈറ്റ് കത്തൂലേ, ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒന്നും തൊടാൻ പാടില്ല, അതാ വേറെ പ്രശ്നം. ഇവിടെ കമ്പി വെച്ചിക്കണ്, അപ്പോൾ അതൊന്നും തൊടാനൊന്നും കഴിയില്ല. നമുക്ക് ജസ്റ്റ് വായിച്ച് കണ്ടു പോവാം. പിന്നെ നമ്മളെ പഴയ കാലത്തെ ലാൻഡ് ഫോണ്, ഇതെന്താ സ്വിച്ചാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോസും അവിടെ മേലെ കൊടുത്തിക്കണ്. അതൊക്കെ നോക്കി എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ കുറേയൊക്കെ പിടി കിട്ടും. പിന്നെ അവിടെ വായിക്കാൻ നമുക്ക് കൊടുത്തിക്കണല്ലോ, അതൊക്കെ നോക്കാം. പിന്നെ എന്തൊക്കെയോ ബോക്സുകളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാമല്ലോ, അതാണ് വേറൊരു കാര്യം. പിന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ കണ്ടിക്കണേ. ഇത് നമ്മളെ സിഗ്നലിൻ്റെ ആ ഒരു സംഭവം, ട്രാക്ക് മാറ്റുന്ന സംഭവം, കുറേ സംഭവങ്ങളുണ്ട്. അറിയാത്തതാണ് കുറേ അതിലുള്ളത്. പിന്നെ ഇത് എന്താന്ന് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇതാ ഈ സാധനം കണ്ട, ഇതെന്തോ ഓക്കി ടോക്കി പോലത്തെ എന്തോ സംഭവമാണെന്നാട്ടോ തോന്നണത്. ഇതും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. ഇതാ കൊറേ സംഭവങ്ങളുണ്ട്. ഇതെന്താ സാധനം? ഇതെന്തോ ട്രാക്ക് എന്തോ സംഭവമാണ്. ഇതാണ് അവസാനത്തെ സാധനം. വലിയൊരു എൻജിനാണ് കേട്ടോ. നമ്മള് ഊട്ടിക്ക് പോയ ടോയ് ട്രെയിനിന്റെ ആ ഒരു എൻജിൻ പോലത്തെ ഒരു എൻജിനാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ ബൈ.